സുമി, ഒന്നിങ്ങ് വരാമോ? ഈ സാരി ഇഷ്ടമായോ സുമിക്ക്? എനിക്കിപ്പോ എന്തിനാ സാരി? ഞാൻ ആദ്യമായിട്ടൊന്ന് സെലക്ട് ചെയ്തതല്ലേ, ചേരുന്നുണ്ടോന്നൊന്ന് വെച്ച് നോക്കി. സുമിക്ക് ഈ ടെക്സ്ചറും കളറും ഒക്കെ നല്ല ചേർച്ച. ഉഗ്രൻ സെലക്ഷൻ സുമി. സെലക്ഷൻ എന്റെ അല്ല. എന്നാ പിന്നെ ഇത് പാക്ക് ചെയ്യട്ടെ സർ. അക്കു കണ്ടോ, കണ്ട് പഠിക്ക്. ഇങ്ങനെയാണ് ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്. അതിനെ ഞാൻ സെലക്ട് ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ? എന്റെ മനസ്സറിഞ്ഞ് സെലക്ട് ചെയ്യാൻ അക്കുനറിയോ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സാരി നോക്കി വാങ്ങാനൊക്കെ പഠിച്ചു. കളർ സെൻസ് ആണ് സൂപ്പർ. ഓരോരുത്തർക്ക് വരുന്ന മാറ്റങ്ങളെ. മതി കൊന്നത്. വന്നേ, ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ നാട്ടിലില്ലേ? നീ ഇതെങ്ങോട്ടായി പോകുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പനമ്പള്ളി നഗറില്. അവളെ വിളിച്ചിരുന്നു ഇപ്പൊ. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. പാർലറിൽ പോകുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മേ, ആക്ച്വലി അതിപ്പോ തീരുമാനിച്ചതേ ഉള്ളൂ. അവൾ ഇപ്പോഴാ വിളിച്ചത്. അവിടെ ആവുമ്പോ പകുതി ക്യാഷും കൊടുത്താ മതി. നീ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നു. കഷ്ടമായി പോയി. ഞാൻ അമ്മയെ വേറെ ദിവസം കൊണ്ടുപോട്ടോ. ഇതിപ്പോ ഒരാൾക്കുള്ള സമയം ഉണ്ടാവോ? അതല്ലേ. മോളെ, മോളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് നന്നായിട്ടൊന്നും കഴിച്ചില്ലേ? വിശക്കുന്നെങ്കിൽ അമ്മ ചോറെടുക്കാം. ഞാൻ വീട്ടിലേക്കല്ലമ്മേ പോയത്. അച്ഛമ്മേനെ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചായിരുന്നു. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ വരുമ്പോ അമ്മ പറഞ്ഞാ മതി. നന്ദി എങ്ങോട്ടാ പോയത്? അവളുടെ ഏതൊരു ഫ്രണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോയത്. എന്തൊരു സർപ്രൈസാ നിധിഷേട്ടാ ഇത്. സത്യം പറഞ്ഞ സനുവിനെ കൊണ്ടുവിടണമെന്ന് അച്ഛമ്മ പറഞ്ഞപ്പോ ഞാൻ വേറൊരു പ്ലാനാ ഇട്ടത്. സനുവിനെ കൊണ്ടുവിടാൻ വരുമ്പോ സ്വാഭാവികമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ ഒരു സർപ്രൈസ് ആയിട്ട് നന്ദുവിനെ കാണാമെന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെന്താ പ്ലാൻ മാറ്റിയത്? അങ്ങനെ വീട്ടിൽ വെച്ച് നിന്നെ ചുമ്മാ മിന്നയം പോലെ കണ്ടിട്ട് എന്താ കാര്യം? ഒന്നും മിണ്ടാനും പറയാനും കൂടി പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് ഒന്ന് പുറത്തു പോയാലോ എന്നൊരു ഐഡിയ കത്തിയത്. അതേതായാലും വർക്കൗട്ടായി. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എവിടെ പോകുന്നു, എപ്പ വരും, ആരാണ് കൂടെ ഉള്ളത്, ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ വന്നേനെ. അമ്മയായതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പോ. നമ്മളിത് എങ്ങോട്ടാ? ചുമ്മാ ഒരു കറക്കം. ബീച്ചിൽ പോവാം, കോഫി കഴിക്കാം, പിന്നെ നമ്മുടെ യാത്രാ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. എല്ലാം നിധിയേറ്റ ഇഷ്ടം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സന്ധ്യ ആവുന്നതിന് മുന്നേ തിരികെ വീട്ടിലെത്തിക്കണം. അത് ഞാൻ ഏറ്റു. പിന്നെ സുമിതേച്ചും ഗിരിയേട്ടനും സ്ഥലത്തില്ലെന്ന് നിധിഷേട്ടൻ പറഞ്ഞതുകൊണ്ടാ. അവര് നാളെ കോഴിക്കോട്ടേക്ക് പോകും. അപ്പോ നമ്മുടെ യാത്രയ്ക്ക് യാതൊരു മാറ്റവുമില്ല. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ വരും. നിധിയേട്ടൻ ഒരാളെ വിശ്വസിച്ച് ഞാൻ കൂടെ വരുന്നത്. അത് മറക്കാതിരുന്നാ മാത്രം മതി. അയ്യോ, സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. നമുക്ക് പോവാം. എന്ത് ഭംഗിയല്ലേ? നിതീഷില്ല. ആരാണോ പെൺകുട്ടി?
എന്ത് പറ്റി? അല്ല, ആ കിടക്കുന്നത് നിതീഷിന്റെ കാറല്ലേ? ആ. അവനെന്താ ഇവിടെ? അയ്യോ, ഗിരിയേട്ടനാണല്ലോ. ആ, ഹലോ. ഹലോ നിതീഷേ, നീ എവിടെ? ഞാൻ പുറത്താണ് ഗിരിയേട്ടാ, ഒരു ഫ്രണ്ടിന്റെ കൂടെ. ബീച്ച് റോഡിൽ നിന്റെ കാറ് കണ്ടല്ലോ, അതാ വിളിച്ചത്. ആ, അതെ. അല്ല, ഏട്ടനെ വഴിക്ക് അങ്ങോട്ടാ? ഞാൻ മാത്രമല്ല, നിന്റെ ഏട്ടത്തിയുണ്ട് കൂടെ. ഞങ്ങളൊരു ചെറിയ സൺസെറ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാ. ആഹാ, ഏട്ടത്തിയുണ്ടോ? നീ എന്തിനെ പേടിക്കുന്നേ? അവരവരുടെ വഴിക്ക് പോയിക്കോളും. നിന്നെ കാണാനൊന്നും പോകുന്നില്ല. എന്താടാ, വേറെ എന്തെങ്കിലും കുഴപ്പമില്ല ഉണ്ടോടാ? ഏയ്, എന്തു കുഴപ്പം? എല്ലാം ഓക്കെയാണ്. ശരി, ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ പോവാണ്, അപ്പൊ വീട്ടിൽ കാണാം. എന്നാ ശരിയേട്ടാ. സുമി മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാളെ ഞാനും ഗിരിയും കൂടെ ഒരു യാത്രയ്ക്ക് പോവാണ്. യാത്രയോ? എങ്ങോട്ട്? കോഴിക്കോട് വരെ ഒന്ന് പോവാമേ. ഗിരിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ എന്നെ കൂടെ കൂട്ടുന്ന. ആഹാ, അത് നന്നായി മോളെ. സന്തോഷായിട്ട് പോയിട്ട് വാ. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അമ്മമ്മേ, ഒരു കാര്യം കൂടെ. അമ്മ നന്ദുണ്ടോ അവിടെ? ഒന്ന് ഫോൺ കൊടുത്തേ. അതിന് നന്ദു ഇവിടെ ഇല്ലല്ലോ മോളെ. അവൾ ഈ സന്ധ്യാസമയത്ത് എവിടെ പോയതാ? അവളുടെ കൂട്ടുകാരിയുടെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അമ്മ ഒറ്റ ഒരുത്തി അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഈ സമയത്താണോ ആരെങ്കിലും പാർലറിൽ പോകുന്നത്? നിനക്കിത് എന്തു പറ്റി സുമി? അവള് പാർലറിലൊക്കെ എപ്പോഴും പോകുന്നതല്ലേ. അവൾ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു, 1/2 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നും പറഞ്ഞു. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സുമി. ശരി ശരി. നന്ദുവിന്റെ കാര്യത്തിൽ അമ്മയ്ക്കില്ലാത്ത ടെൻഷനാണല്ലോ സുമിക്ക്. കാലാതാ ഗിരി, അവളുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല. നന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടിയും സുമിക്ക് വേണ്ട. അവൾ ആള് സ്മാർട്ടാണ്. ഇനിയും ഈ സസ്പെൻസ് തുടരുന്നതിൽ അർത്ഥമില്ല. രഹസ്യങ്ങൾ എന്തായാലും ചുരുളഴിഞ്ഞേ പറ്റൂ. ഗിരി വരുന്നതിന് മുമ്പ് നോക്കിയാലോ? ഇത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ മാത്രം ഗിരിയും ഈ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? ഇതാരാണെന്നറിയാനുള്ള ഒരേ ഒരു വഴി അച്ഛമ്മയാണ്. അച്ഛമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കും.